നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. CPIM തളിക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസ് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മതിലകത്ത് സ്ത്രീയെ കയറിപ്പിടിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനി കണ്ണംപുള്ളിപ്പുറം വായനശാല പരിസരം ഇനി CCTV നിരീക്ഷണത്തിൽ. വാർത്തകൾ വിശദമായി. ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സേവനം നൽകാൻ കഴിയുന്ന കേന്ദ്രങ്ങളായി ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ മാറണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. CPIM തളിക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസ് സീതാറാം യെച്ചൂരി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി നവകേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അടിമുടി മുഴുകി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാമായി അതിൻ്റെ ഒപ്പം ഇനി വേണ്ടത് തൊഴിലില്ലായ്മ പരിഹരിക്കലാണ്. ഞാനൊക്കെ KFYF-ന്റെയും DYF-ന്റെയും എല്ലാം ഭാഗമായിട്ട് ഈ തൃശ്ശൂരിയുടെ നാട്ടിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മളെല്ലാം പ്രസംഗിക്കുമ്പോൾ ദാർശനികമായിട്ടാണ് പ്രസംഗിക്കുക. അന്ന് ഇപ്പോഴും കുറഞ്ഞിരിക്കുകയാണ്. അന്ന് അങ്ങനെയാണ് DYF-യുടെ എല്ലാം ഭാഗമായിട്ട് പ്രസംഗിക്കുന്നത്. ഞാനെന്ന് പ്രസംഗിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. ശരിയാണ്, അർത്ഥശാസ്ത്രം അത് തന്നെയാണ്. തൊഴിലില്ലാത്ത ഒരു പട ഉണ്ടാകുമ്പോഴാണ് ചുരുങ്ങിയ കൂലിക്ക് ആളെ കിട്ടുക. അപ്പൊ മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. സംഘാടക സമിതി ചെയർമാൻ KR സീത അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, MV വിശാലാക്ഷി, KA വിശ്വംഭരൻ, EPK സുഭാഷിതൻ, PI സജിത, PS രാജീവ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, അഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. തളിക്കുളം സെന്ററിന് പടിഞ്ഞാറ് സ്നേഹതീരം ബീച്ച് റോഡിന് സമീപം ഹാഷ്മി നഗർ റോഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ ഓഫീസ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് വിവിധ പരിശീലന ക്ലാസുകൾ, സൗജന്യ PSC കോച്ചിംഗ്, പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഓൺലൈൻ സർവീസ് സെന്റർ, റീഡിംഗ് റൂം, ലൈബ്രറി, വിനോദോപാധികൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ 400 കൊല്ലക്കാലത്ത് വളർന്നു നേടിയ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നവകേരളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തലത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിച്ചു. ആ വികസന പ്രക്രിയയിലേക്കാണ് നമ്മുടെ യാത്ര. അതിന് പിണറായി വിജയൻ ഗവൺമെന്റ് ഇത് 2ാമത്തെ ടേമാണ്. നമുക്ക് ഒരു ടേം മുന്നോട്ടേക്ക് പോകാൻ ഉറപ്പായിട്ട് സാധിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് കേരളത്തിലങ്ങോളം 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഒത്തുചേരുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുന്നത്. മതിലകത്ത് സ്ത്രീയെ കയറിപ്പിടിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. മതിലകം ഫെറി റോഡിൽ താമസിക്കുന്ന ഇരുമപ്പെട്ടി സ്വദേശി ഒഴിച്ചിരിക്കാലിൽ വീട്ടിൽ ശ്രീരാഗിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം സ്വദേശിനിയായ സ്ത്രീയെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ വെച്ച് മോശമായ ഉദ്ദേശത്തോടെ കയ്യിൽ കയറി പിടിക്കുകയും തുടർന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുമെന്നതാണ് കേസ്. ശ്രീരാഗിനെതിരെ കുന്നംകുളം, എരുമപ്പെട്ടി, പുതുക്കാട്, നെടുപുഴ, പയ്യോളി, പഴയന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 12 ക്രിമിനൽ കേസുകളുണ്ട്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി, പ്രൊബേഷൻ SI അനു ജോസ്, ASI പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സബീഷ്, ഷിബിൻ ജോൺസൺ, ജമാലുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. CPI മതിലകം കൂളിമുട്ടം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കൂളിമുട്ടം പ്രാണിയാട് നിന്ന് ആരംഭിച്ച പ്രകടനം പൊക്ലായി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സണ്ണി മാധവ് അധ്യക്ഷനായി. നേതാക്കളായ TP രഘുനാഥ്, TK സുധീഷ്, KS ജയ, PV മോഹനൻ, അഡ്വക്കേറ്റ് AD സുദർശനൻ, സോമൻ താമരക്കുളം, സുവർണ ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിൻ്റെ 2ാം വാരത്തോടുകൂടി
കേരളത്തിലെ എല്ലാ ലോക്കൽ സമ്മേളനങ്ങളും സമാപിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മണ്ഡല സമ്മേളനങ്ങളും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ജൂലൈ മാസത്തിൽ ഇരിങ്ങാലക്കുട വെച്ചാണ് ഇത്തവണ നടത്തുന്നത്. സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് മാസത്തിൽ ആലപ്പുഴയിൽ വെച്ച് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചുള്ള അതിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയകൾ എല്ലാ 3 വർഷം കൂടുമ്പോഴും കൃത്യതയോടുകൂടി നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ഘടക സമ്മേളനങ്ങൾ നടന്നു. നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് പോളി ജംഗ്ഷനിൽ നിന്നും തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പ്രകടനം നടത്തി. പൊതുയോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CR മുരളീധരൻ, KM കിഷോർ കുമാർ, സജന പർവീൻ, M സ്വർണലത, AG സുഭാഷ്, സുരേഷ് മാരാട്ട്, ബിജു കുയിലൻ പറമ്പിൽ, മണി നാട്ടിക എന്നിവർ സംസാരിച്ചു. എന്ന് പറയുമ്പോൾ അത് അത്ര വലിയൊരു പ്രായമല്ല. ഇവിടെ സുഭാഷ് ചന്ദ്രൻ മാഷൊക്കെ ഇരിക്കുന്നുണ്ട്. മാഷക്ക് 100 വയസ്സായി എന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും നമ്മളിൽ കൂടുതൽ പ്രായമായ ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ സൂചിപ്പിച്ചു എന്നേ. പാർട്ടിക്ക് 100 വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രായമല്ല. ഒരുപാട് അനുഭവങ്ങളുടെയും പാഠങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായി രാജ്യത്തെ സ്ഥിതിഗതികളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സന്ദർഭം എന്നുള്ളതാണ് 100 വയസ്സ്. പാർട്ടിക്ക് 100 വയസ്സ്. മനുഷ്യന് 100 വയസ്സായാലും ഒരുപക്ഷെ ഇവിടെ ഇതുപോലെ വന്നിരിക്കാൻ ചിലപ്പോൾ പറ്റില്ല. ഞാൻ അടുത്ത കാലത്ത് കണ്ട 100 വയസ്സായ ചില ആളുകളുണ്ട്. ഒരാളുടെ കാര്യം പറയാം. അത് 2 വർഷം മുൻപ് മരിച്ചുപോയ പി ചിത്രൻ നമ്പൂതിരിപ്പാടാണ്. ചിത്രൻ നമ്പൂതിരിപ്പാട് വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കേരളത്തിൽ AISF രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് പി ചിത്രൻ നമ്പൂതിരിപ്പാടാണ്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടി. 19 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. വടക്കേക്കാരമുക്ക് സെന്റ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചൊരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ പോൾ മാളിയമ്മാവ് നിർവഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് ജപമാല, ലതീൻ, ദിവ്യബലി, നൊവേന, കൂടുതുറുക്കൽ, രൂപമെഴുന്നള്ളിച്ചു വയ്ക്കൽ, നേർച്ച വിതരണം എന്നിവ നടത്തി. ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് കാർമ്മികത്വം വഹിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, തിരുകുടുംബത്തിന്റെ പാലകനായ മാർ യോസേപ്പിന്റെ ഓർമ്മദിനത്തിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം 2ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. AT അബ്ദുൽ ഖാദർ നഗറിൽ ചേർന്ന യോഗം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി.
VV അർജുനൻ അധ്യക്ഷനായി. CM നൌഷാദ്, KS ദീപൻ, VG അശോകൻ, KV സിജിത്ത്, MA മുസ്തഫ, AMM നൂറുദ്ദീൻ, AT റഫീഖ്, AA മുഹമ്മദ്, ഷെഫീന ഷബീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആർക്കും അത് തിരിച്ചറിയണമെന്നില്ല. എന്നാൽ ഇത് മനസ്സിലാക്കുന്നതിനും ഇത് പറയുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡ് കുടുംബ സംഗമങ്ങൾ മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന് പേരിട്ട് സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഭംഗി കൊണ്ട് ചിലപ്പോൾ ഇന്ത്യയിനേക്കാളും മനോഹരമായ രാജ്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ലോകത്തിലെ ഏറ്റവും എല്ലാ തരത്തിലും മനോഹരമായ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഭാരതം എന്നായിരിക്കും. അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ലിഖിതമായ ഭരണഘടനയുള്ള രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. 29 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. ലോകത്തിൽ 7ാമത്തെ വിസ്തൃതിയുള്ള രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. 7500 കിലോമീറ്റർ കടൽ തീരമുള്ള രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമുള്ള രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി രജനി ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പ്രസിഡന്റ് ജീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. വാർഡ് മെമ്പറും നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രജനി ബാബു എന്നിവർ ആദരിച്ചു. സെക്രട്ടറി ചന്ദ്രമോഹൻ, ജിജേജ്, അജയൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറയാനുള്ളത്, നിങ്ങൾ നാളത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞതുപോലെ നാളത്തെ ഈ സമൂഹത്തിൻ്റെ വിലമതിക്കാനാവാത്ത പൗരന്മാരായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒപ്പം തന്നെ
നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ആസ്വദിക്കാനും സന്തോഷിക്കാനും കുട്ടികളെ ഒരുപാട് കൂട്ടുകാരെ കിട്ടാനും സന്തോഷം പങ്കിടാനുള്ള ഒരു ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓരോ ദിവസവും നിങ്ങൾ തള്ളി നിൽക്കാനായിട്ട്. നമുക്കറിയാം ഇപ്പോൾ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ വാർഡിനകത്ത് തന്നെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പല രക്ഷിതാക്കളും ഒരു മെമ്പർ എന്ന നിലയ്ക്ക് നമ്മളോട് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. പക്ഷെ നമുക്കത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മക്കൾ, അത് ഏത് കുട്ടികളായാലും നമ്മുടെ മക്കൾ എന്നാണ് ജനപ്രതിനിധിയായ ഏതൊരു മെമ്പറും വിചാരിക്കുക. അപ്പോൾ നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ വിഷമമാണ്. അപ്പോൾ തൃപ്രയാർ വാഴക്കുളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, കലശപൂജ, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശതകലശാഭിഷേകം, എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. മേൽശാന്തി TK സുധൻ ശാന്തികളുടെയും രാജു ശാന്തി, സുകേഷ് ശാന്തി എന്നിവരും മുഖ്യ കാർമ്മികരായി. ക്ഷേത്ര കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി AN സിദ്ധപ്രസാദ് മാസ്റ്റർ, ട്രഷറർ KK ശ്രീരാമൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ജോയിന്റ് സെക്രട്ടറി ഷാജി പുളിക്കൽ, ശശിധരൻ മാറാട്, അഭിമന്യു മയൂർ, EV ദശരഥൻ മാസ്റ്റർ, രാമദാസ് ചുക്കൂട്ട്, O മണികണ്ഠൻ, ശങ്കരനാരായണൻ വേത്തോട്ടിൽ, പീതാംബരൻ ചക്കാമഠത്തിൽ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഭജനയ്ക്കും നാമജപത്തിനും ഭാരവാഹികളായ തങ്കമണി ത്രിവിക്രമൻ, ഗിരിജ പ്രസാദ്, സുകുമാരി മോഹനൻ, വിമല ടീച്ചർ, പ്രേമ ശശിധരൻ, സജി ഷാജി, ലക്ഷ്മി തിലകൻ, ആനന്ദവല്ലി വിജയൻ, അമ്പി ടീച്ചർ, ഷീന അജയൻ, മണിക്കുട്ടൻ, ശൈല രാജൻ, ബീന, ദീപ അനിൽ, റിയ മനീഷ്, സിധ സുനിൽ എന്നിവർ നേതൃത്വം നൽകി. ഷാഴൂർ ശ്രീ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികൈ. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് കൊടിയേറ്റ ചടങ്ങ് നിർവഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ലോഹിതാശൻ, സെക്രട്ടറി M ഹരിദാസ്, ട്രഷറർ TS സുധീർ, പഴുവം ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ V എന്നിവർ നേതൃത്വം നൽകി. മെയ് 10 മുതൽ മെയ് 17 വരെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. മെയ് 17 ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവാഘോഷത്തിന് സമാപനം കുറിക്കും. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ 359ാമത്തെ ഐ ക്യാമ്പ് നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബ് ഹാളിൽ കൊച്ചിൻ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടക്കുന്നത്. 78ഓളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ 46 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുമെന്ന് ക്ലബ് സെക്രട്ടറി CR ഗണേഷ് അറിയിച്ചു. ഐ ക്യാമ്പിന് പുറമെ പ്രമേഹ രോഗ നിർണയവും രക്തസമ്മർദ്ദ പരിശോധനയും നടന്നു. ക്ലബ് പ്രസിഡന്റ് സാനി ജോസഫ്, സെക്രട്ടറി CR ഗണേഷ്, പ്രതാപൻ കളത്തിൽ, ബിന്ദു സുരേന്ദ്രൻ, യമുന പ്രതാപൻ, NM സുരേഷ്, NR സുഭാഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇത് ഞങ്ങളുടെ 359ാമത് ക്യാമ്പാണ് ഇവിടെ നടന്നത്. ഇത് കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലുമായി
സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടക്കുന്ന ഒരു ക്യാമ്പാണ്. ഇവിടെ ഞങ്ങൾ ഇന്ന് തന്നെ ഏകദേശം ഒരു 75ഓളം പേഷ്യൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 50-ൽ താഴെ പേഷ്യൻസ് ഇങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതാണെന്ന് ഡോക്ടറോട് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ തൃപ്രയാർ ശ്രീവിലാസ് കൂട്ടായ്മയിലെ ആദിത് കൃഷ്ണ, സായൻ എന്നിവരെ കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്ന് അനുമോദിച്ചു. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ച അനുമോദന ചടങ്ങിൽ ഉഷ സുധീർ ഉദ്ഘാടനവും സമ്മാന വിതരണവും നടത്തി. വത്സൻ, സുധീർ എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയാണ്. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. നമ്മുടെ മക്കളുടെ ഈ പരിപാടി അവർക്ക് വെറും ബുക്കുകൾ മാത്രം, അതാണ് നമ്മുടെ ആവശ്യം. വേറെ ഷാളും മറ്റ് പരിപാടിയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നിശ്ചയിച്ചു. അതൊന്നൊരു കാര്യമില്ല, തൽക്കാലം സന്തോഷം. പക്ഷേ ഡിക്ഷണറി നാളെ ഭാവിക്ക് മക്കൾക്ക് വലിയ ഉപകാരപ്രദമായ ഡിക്ഷണറികളാണ്. അപ്പോൾ അത് ഓരോന്നും തന്നുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടകൻ്റെ ഉഷയാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആളെല്ലാം. നമ്മളൊക്കെ വല്ലപ്പോഴും വന്ന് നിൽക്കേണ്ടതല്ലാണ്ട് ഇതിൽ വേറൊരു പ്രോബ്ലമില്ല. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം വായനശാല പരിസരം ഇനി CCTV നിരീക്ഷണത്തിൽ. വാർഡ് മെമ്പർ ഹേന രമേശിന്റെ നേതൃത്വത്തിൽ വിവിധ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് പ്രദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ്, സർദാർ റോഡ്, വില്ലേജ് ഓഫീസ് റോഡ്, SN റോഡ്, സ്കൂൾ മൈതാനം തുടങ്ങിയ സ്ഥലങ്ങളിലായി 8 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ശ്രീനാരായണ വായനശാല, SNGS സമാജം, പെരുമ്പടപ്പ ഈസ്റ്റ് UPU സ്കൂൾ, മരണാനന്തര സഹായ സമിതി തുടങ്ങി നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഹേന രമേശ് അധ്യക്ഷയായി. കൈപ്പമംഗലം SI T അഭിലാഷ് മുഖ്യാതിഥിയായി. MM പ്രതാപൻ, മോഹനൻ കണ്ണംപുള്ളി, CA ജമാൽ, സിനി കിഷോർ, സുമൻ കുമാർ, K
KK കൃഷ്ണൻ, രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. 8ഓളം വരുന്ന ക്യാമറകളുടെ കണ്ണുകൾ ഇനി നമ്മുടെ വിവിധ പ്രദേശങ്ങളും നിരീക്ഷണത്തിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നതിൻ്റെ പരിശോധന നടത്തുക എന്നുള്ളതല്ല, നമ്മുടെ കയ്പകലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ നെറ്റ് കണക്ഷൻ കൂടി നൽകിക്കൊണ്ടാണ് ഈ ക്യാമറയുടെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് നടക്കുന്ന ഏതെല്ലാം ശരിയല്ലാത്ത പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം പോലീസിൻ്റെ ശ്രദ്ധയിൽ തത്സമയം പെടുന്നതിന് ഉള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിക്കൊണ്ടാണ്. കഴിമ്പ്രം VPM SNTP HSS വിദ്യാലയത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കും കഴിമ്പ്രം VPM SNTP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ NSS NCC ഗൈഡ് തുടങ്ങിയ സേനകളും വലപ്പാട് സ്നേഹകൂട്ടായ്മയും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൃശൂർ IMA ബ്ലഡ് ബാങ്കിൽ രക്തത്തിന്റെ ലഭ്യതക്കുറവ് അറിയിച്ചതിനെ തുടർന്ന് സംഘടിപ്പിക്കപ്പെട്ട മൂന്നാമത്തെ രക്തദാന ക്യാമ്പ് എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബീന T രാജൻ, NSS പ്രോഗ്രാം ഓഫീസർ സിന്ധു VG എന്നിവർ സംസാരിച്ചു. മനുഷ്യത്വത്തിലൂന്നിയ പ്രവർത്തനം നടത്താൻ കഴിയുന്നത് തന്നെ വലിയ രീതിയിലുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ വലിയ വിശാലതയാണെന്ന് ഏറെ സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യ ക്ലാസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ BA എക്കണോമിക്സിൽ പഠിക്കുമ്പോൾ അതുപോലെ എവിടെയാണ് പഠിച്ചത്. 5ാം ക്ലാസ് മുതൽ +2 വരെ എവിടെയാണ് പഠിച്ചത്. നാട്ടിക SN കോളേജിൽ 1ാം വർഷ എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു NCC കേഡറ്റ് ആയിരുന്നു. ഓബ്സ്റ്റക്കിൾസിൽ പോയിട്ട് പെരുങ്ങൂട്ടുകര വടക്കുമുറി തെക്കിനിയടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ മെഡിറ്റേഷൻ പരിശീലന ക്ലാസ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ക്ഷേത്രം ഭാരവാഹിയായ പ്രസിഡന്റ് TK മനോജ് മെഡിറ്റേഷൻ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി TS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രശസ്ത ധ്യാന ആചാര്യ സീമ സുഭാഷ് മെഡിറ്റേഷൻ പരിശീലന ക്ലാസ് നയിച്ചു. ഭൗതിക സമ്പത്ത് കോടിക്കണക്കിന് രൂപ, അപ്പോൾ അതൊക്കെ അതായത് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇല്ലാതെ 365 ദിവസം ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് വേണം. അപ്പോൾ അതില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ നല്ലോണം നോണ പറയും. പിന്നെ മറ്റുള്ളവർ ഞങ്ങളെക്കാളും നല്ലൊരു ഉന്നതമായിട്ടുള്ള സ്ഥിതിയിലൊക്കെ ആണെങ്കിൽ അസൂയം കൊണ്ട് എനിക്ക് കണ്ണെന്ന് കാണില്ലായിരുന്നില്ല. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ളൊരു ത്വര എനിക്ക് കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഒരു പണം ഉണ്ടായാലും ഗുണം ഉണ്ടായിരുന്നില്ല, ഒട്ടും അശേഷം ഗുണം ഉണ്ടായിരുന്നു. രണ്ടും സമാനത്തിൽ വരില്ല എന്നുള്ളതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായത്. പണവും ഗുണവും ഒന്നിച്ചിട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഈ പണം ഉണ്ട് എന്നുള്ളതിൻ്റെ അഹങ്കാരവും അറിവില്ലായ്മയും കൂടി ഒന്നിച്ചായപ്പോൾ അഹങ്കാരമായി. ഞാൻ തദ്ഭൗതികത പറഞ്ഞിട്ടുള്ളത് നമ്മൾ സാധാരണക്കാരായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷെ ഞാൻ ദൈവമാണ്. ശബരിമലയ്ക്ക് മാലിട്ട് കഴിഞ്ഞാൽ ഒരു 41 ദിവസം ഞാൻ സ്വാമിയാണ് എന്ന ഭാവത്തിൽ ജീവിക്കും. പോയി വന്നു കഴിഞ്ഞാൽ ആ മാലയോടുകൂടെ ഞാൻ ഒന്നിനും കൊല്ലാത്തവനായി മാറും. അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഈ 41 ദിവസത്തെ ദീക്ഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും എന്താണ്, ഞാൻ ദൈവമാണ്. അതുപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ളവർ എല്ലാവരും ദിവ്യാത്മാക്കളാണ്. അന്തിക്കാട് ഹൈസ്കൂളിലെ 81-82 ബാച്ച് പിന്നിലാവിന്റെ 3ാം വാർഷികാഘോഷങ്ങൾ മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 82 ബാച്ച് ഒരു ഐശ്വര്യമുള്ള ബാച്ചാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷമാണ് ഈ അന്തിക്കാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളെ കണ്ട് മാതൃകയാക്കിയിട്ടാണ് പിന്നീട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പുകളും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിന് മുമ്പും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളന്ന് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ഈ ചർച്ചകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവാണ്. ഞാൻ പ്രതികരിക്കാറില്ലെങ്കിലും അത് പറയുന്നതൊക്കെ മിക്കവാറും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷം എനിക്കവിടെ 3ാം വർഷത്തിലേക്ക് കിടക്കുമ്പോഴും അന്ന് ആദ്യത്തെ ദിവസം നമ്മൾ കൂടിയതിൻ്റെ അതേ ആവേശത്തോടു കൂടി
3 വർഷമായിട്ട് നമ്മുടെ ആളുകൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ ഓരോ ദൈനംദിന ആവശ്യങ്ങളിലും നമ്മുടെ ഗ്രൂപ്പിലെ ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പ് വളരെ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതും മറ്റ് ഗ്രൂപ്പുകൾക്കും കൂടി ഒരു പ്രചോദനമായി മാറി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ഒരു ഐശ്വര്യമുള്ള ഗ്രൂപ്പാണെന്ന് പറയാൻ കാരണം. സംഘടനാ പ്രസിഡന്റ് ഇ രമേശൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ജ്യോതിഷ്, സിനിമാ സംവിധായകൻ സജീവൻ അന്തിക്കാട്, ജനറൽ സെക്രട്ടറി KM കിഷോർ കുമാർ, ട്രഷറർ അജയ് ഘോഷ് മക്കോത്ത്, വിമല തൻഠേക്കൽ, KV ബാബു, പ്രദീപ് കുമാർ, VD ജയപ്രകാശ്, VH ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, ഗാനമേള എന്നിവ നടന്നു. സംഘടനയുടെ പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് ഇ രമേശൻ, സെക്രട്ടറി KM കിഷോർ കുമാർ, ട്രഷറർ അജയ് ഘോഷ് മക്കോത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. വാടാനപ്പള്ളി പട്ടലങ്ങാടി റെഡ് ഫോർട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 1ാമത് ജലീൽ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. റെഡ് ഫോർട്ട് ക്ലബ് പ്രസിഡന്റും CPM വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറിയുമായ VA ഷാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി VM സുധീർ അധ്യക്ഷനായി. രക്ഷാധികാരി RA മുഹമ്മദ്, ക്ലബ് അംഗങ്ങളായ ആദിൽ, അമൻ ഷാ, ബാസിൽ, റിയാസ്, മുൽത്താസ്, ഷംസുദ്ദീൻ, RA റഫീഖ്, ഇല്യാസ് എന്നിവർ നേതൃത്വം നൽകി. ചൂലൂർ ശ്രീ കടലായി ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആചരിച്ചു. ഗണപതി ഹോമം, ഉഷപൂജ, തുടർന്ന് രുദ്രാഭിഷേകം, പഞ്ചവിംശതി കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടത്തി. കാരുമാത്ര, ഗുരുപദം ശാന്തി, ശങ്കർജി, ക്ഷേത്രം മേൽശാന്തി റിജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂജാക്രിയകൾ നടത്തിയത്. ഉച്ചപൂജയെ തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രസമിതി രക്ഷാധികാരി അരയംപറമ്പിൽ പ്രദീപ്, ഭാരവാഹികളായ പ്രസിഡന്റ് അജയ് ഘോഷ് കാണാശ്ശേരി, സെക്രട്ടറി ദിനേശ് അരയംപറമ്പിൽ, ട്രഷറർ അഡ്വക്കേറ്റ് AS സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ചെമ്പാപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM തളിക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസ് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മതിലകത്ത് സ്ത്രീയെ കയറിപ്പിടിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനി കണ്ണംപുള്ളിപ്പുറം വായനശാല പരിസരം ഇനി CCTV നിരീക്ഷണത്തിൽ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.